ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ രാവിലെ ഞാൻ ചേച്ചിയുടെയൊക്കെ വീട്ടിലോട്ട് പോവാം. ചേച്ചിയുടെ അനിയത്തിയുടെ വീട് വരെ പോകണം. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്ന സ്കൂളിലെ ചേച്ചി നമുക്കെൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരത്തോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ പിന്നെ കൂടുതലും നമ്മുടെ ഏട്ടാട്ടോ നിൽക്കുകയുള്ളൂ. അപ്പോൾ ചേച്ചി എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. നേരത്തെയൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടാണ്ടേ അപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണെങ്കിൽ പോയി കാണാം. അപ്പോൾ അതെല്ലാം എൻ്റെ കൂട്ടുകാരെയും കൂടി കാണിക്കാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പോവാണേ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പാകെ എന്നിട്ടില്ല ഇല്ലേ? ആണോ? അങ്ങനെ പുള്ളിക്കാരി ചാടി വന്ന് കഷ്ടം. അങ്ങനെ ഞങ്ങൾ അടൂരിൽ നിന്നും കായംകുളത്തുള്ള ബസ്സിന് കയറി അങ്ങോട്ട് പോവുകയായിരുന്നു കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ കായംകുളത്തെത്തി കൂട്ടുകാരെ. അപ്പം അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കഴിച്ചു. ചേച്ചി ഉണ്ടാണ് വീഡിയോ എടുക്കാനൊരു മടിയായിട്ട് ഇങ്ങനെ മടിച്ചിരുന്നു. പിന്നെ ഇത് ചേച്ചി കാണാതാണ് ഇങ്ങനെയൊക്കെ ഈ വീഡിയോ എടുത്തത്. പിന്നെ കയ്യിൽ കവറിനകത്തൊക്കെ കുറേ സാധനങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് വീഡിയോ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. എങ്കിലും പറ്റുന്ന പോലൊക്കെ ഒന്ന് പിടിച്ച് വീഡിയോ എടുത്തതാണ് കൂട്ടുകാരെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. പിന്നെ ചൂളത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടോട്ടുള്ള ബസ് കിട്ടി. കായംകുളത്ത് നിന്ന് ബസ് കയറി കുറച്ച് മുന്നോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാണ് ഞങ്ങൾ പോയത്. എനിക്ക് പിന്നെ അവിടെ ഒന്നും വഴികളൊന്നും അറിയത്തില്ല. നമ്മൾ ഓച്ചിറ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ കായംകുളത്ത് നിന്ന് ഞങ്ങൾ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, അല്ലാതെ അറിയില്ല. അപ്പോൾ അവിടെ അങ്ങോട്ട് നല്ല ഇട റോഡ് പോലുള്ള റോഡാണ്. അടുത്തടുത്തെല്ലാം വീടും പിന്നെ വീടുകളുടെ മുറ്റത്തൊക്കെ വെള്ളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞു കടലിൽ കാണാനൊക്കെ. പക്ഷെ ഞങ്ങൾ പോയില്ല. അപ്പം കായലിൻ്റെ ഇറമ്പിലാണ് ചേച്ചിയുടെയൊക്കെ അനിയത്തിയുടെ വീട്. അപ്പം അതൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാൻ കൊതിച്ച് ചേച്ചിയുടെ പുറകിൽ ഓടിയത്. അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് ബസ് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഓട്ടോയ്ക്കാണ് അങ്ങോട്ട് 30 രൂപ ഓട്ടോ ചാർജ്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷേ ചേച്ചിക്ക് കാലുവേദന ആയതുകൊണ്ട് ഞങ്ങൾ നടന്നില്ല, ഓട്ടോയ്ക്ക് അങ്ങോട്ട് കയറിപ്പോയത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ്. അവിടെ അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം അങ്ങ് ചാലും വെള്ളവും വീടുകളിലൊക്കെ മുറ്റത്തൊക്കെ വെള്ളമാണ്. നല്ല രസമാണ് കാണാൻ. നമ്മളിങ്ങനെ പറഞ്ഞ് അതിനെക്കാട്ടി നല്ല രസമാണ് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ബസ്സിലിരുന്നുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. കൂട്ടുകാരെ അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് അറിയാവുന്ന പോലൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ ചേച്ചി ഉണ്ടായിട്ട് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ എനിക്കൊരു മടി. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വീടിൻ്റെ അടുത്തെത്തി. ഇതാണ് ചേച്ചിയുടെ വീട്. ആ റോഡിൽ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങിയാൽ മതി, മുറ്റത്താണ്. അപ്പോൾ അതിനോട് ചേർന്ന് നല്ലൊരു തോടൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ചേച്ചിയുടെയൊക്കെ വീടിനോട് ചേർന്ന് തന്നെയാണ് ആ തോടും. ആ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഒഴുകി ചെല്ലുന്നുണ്ട്. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ആ തോട് ഒഴുകി അങ്ങ് ചെല്ലുന്നുണ്ട്. അവിടെ അതിനപ്പുറത്ത് കായല ഈ വെള്ളം അങ്ങനെ ഒഴുകി ചെല്ലുന്നിടത്ത്
പക്ഷേ ഞങ്ങൾ പോയില്ല. ചേച്ചി കാല് വയ്യാത്തതുകൊണ്ട് പിന്നെ പോയില്ല. കാണാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ പോയില്ല. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ അനിയത്തിയുടെ വീട്. റോഡിൽ നിന്ന് ഇറങ്ങുന്ന വീട്ടിലോട്ടാണ് കാല് കുത്തുന്നത്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ചേച്ചി മീൻ വെട്ടി തരാനൊക്കെ കൊണ്ട് എടുത്ത് വെച്ചതാണ്. ചേച്ചിയുടെ അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയതാണ് അവിടെ. അപ്പോൾ ആ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ആ വീടിൻ്റെ കുടുംബവും ഉണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ അങ്ങോട്ട് പോയി, ഞാനും ചേച്ചിയും കൂടെ. കുടുംബം സിന്ധുവൊക്കെ പിന്നെ ഇവിടെ ആദ്യം നല്ല മുറിച്ച് വീട് വെച്ച് ഞങ്ങൾ വിലക്ക് വെച്ചതുപോലെ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ 4-5 വർഷമായി മേലോട്ട്. രസമാണ്. നല്ല ഫോട്ടോ എടുത്ത് വെച്ച് നല്ല രസമാണ് ഇവിടെ. നല്ല രസമാണ്. ചേർന്ന് വീടും കേടായി പോവുമായിരുന്നു. ഇതെന്തോ മരവാ? ഇത് അവക്കാടം. അതൊരു തിന്നുന്നേ ഇല്ലേ? ഭയങ്കര വിലയായിരുന്നു. ഈ ഇലച്ചെടിയാണ് കാണാൻ രസമാണ്. പക്ഷെ കോഴി അപ്പുറത്തായിരിക്കും അല്ലയോ? അപ്പുറത്തായിരത്തുണ്ട്. പിന്നെ ഇവിടെ ഒരു മോനും തുറന്ന ഒരു ചാടി പോകത്തില്ല. അങ്ങോട്ട് നീക്കാൻ പറഞ്ഞാൽ നിന്നോ. അഴിച്ചു വിട്ടാലും വിളിച്ചാൽ ഇനി വരും. മനുഷ്യർക്ക് ഇത്ര അനുസരണം ഇറങ്ങത്തില്ല, പറഞ്ഞാലേ കോഴി ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്ക് ദിവസം 10-12-13 മുട്ടയൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കാൻ പോയത് ചേച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഇവർ രണ്ടും അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെയൊക്കെ അനിയത്തിയുടെ വീടിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. ഞാൻ പറഞ്ഞു മുറ്റമില്ല കൂട്ടുകാർ, റോഡാണ്. അതുപോലെ ആ സൈഡ് വരുന്നത് ഇതേപോലെ തോടും. അതുകൊണ്ട് നല്ല രസം, വീടിൻ്റെ മുകളിൽ ഇരുന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. അപ്പോൾ 3:30-ക്ക് നമുക്ക് കായംകുളത്തിനൊരു ബസ്സുണ്ട്. ഇല്ലേ പിന്നെയും 2 ബസ് കയറേണ്ടി വരും കായംകുളത്ത് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോരാന്ന് വിചാരിച്ചു. അപ്പോൾ ഭയങ്കര മഴ 3 മണിയായപ്പോൾ. ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ നടന്നാണ് പോരുന്നത്. അപ്പോൾ കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടുവരാനായിട്ട്. അവിടുന്ന് കായൽ മീൻ ചേച്ചിയൊക്കെ വാങ്ങിച്ചു തന്നായിരുന്നു. അത് പിന്നെ ചേച്ചിയുടെ അനിയൻ ബസ്സിലോട്ട് കൊണ്ടുവച്ച് തന്നു. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. അവിടുത്തെ ഇച്ചിരി ദൂരമേ ഉള്ളൂ, 2 വളവ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് ബസ്സിന് പോരാൻ കൊണ്ട് നടന്നു. അപ്പോൾ ഇച്ചിരി മഴയൊക്കെ നല്ലതായിട്ട് തോർന്ന്. അപ്പോൾ അതിനപ്പുറം ഭാഗമൊക്കെ കായലാണ് കൂട്ടുകാരെ. ചെറുതായിട്ട് ചാറ്റിലും ഉണ്ട്. പിന്നെ ചേച്ചി നിൽക്കുന്നുണ്ട്, എനിക്ക് വീഡിയോ പിടിക്കാനൊരു മടി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറിയത് ഞങ്ങളുണ്ടൊരു മാത്രമേ ഉള്ളായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം വരെ. പിന്നെയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടുന്ന് കയറി. അവിടെ വരെ ഉള്ളൂ ബസ്. പിന്നെ അവിടുന്ന് പിന്നെ തിരിച്ച് പിന്നെ കായംകുളത്തിന് പോരുവാണ്. അങ്ങനെ നമ്മൾ കായംകുളത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ വന്നു. അങ്ങോട്ട് ഞങ്ങൾ പോയത് പ്രൈവറ്റ് ബസ്സിലായിരുന്നു. ഇങ്ങോട്ട് ഞങ്ങൾ പിന്നെ ട്രാൻസ്പോർട്ടിന് പോരാമെന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾക്കൊരു പത്തനാപുരം ബസ് കിട്ടി. അപ്പം അതിൽ ഞങ്ങൾ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് അടൂരോട്ട് പോരുന്നു. ചെറുതായിട്ട് ചാറ്റമഴ അവിടെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. അവിടെ വന്നപ്പോഴത്തേക്ക് ബസ് കിട്ടിയതുകൊണ്ട് പിന്നെ നമുക്ക് അപ്പോഴത്തേക്ക് ഒരു 4:10 ആയിരുന്നു ഞങ്ങൾ ബസ് ഞങ്ങൾക്ക് കിട്ടിയപ്പം കായംകുളത്തു നിന്ന്. ഞങ്ങൾ ഇങ്ങനെ ഓച്ചിറ അമ്പലത്തിൽ പോകാനൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് അവിടുന്ന്. അപ്പം നമ്മൾ ബസ്സിനല്ല, നമ്മുടെ സ്കൂട്ടറിനാണ് പോകുന്നതും വരുന്നതും ഒക്കെ. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം നമ്മുടെ അതിലേക്കൂടെ തന്നെ പത്തനംതിട്ടയ്ക്ക് വരുന്ന ശ്രീഗണപതി ബസ് കണ്ട് ഞാൻ. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വീഡിയോ പിടിച്ച് വന്നപ്പോൾ തന്നെ ബസ് എൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു പോയി. പിന്നെ പാർവതി ബസ് കണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ. അപ്പോൾ ഞാൻ ബസ്സിലിരിക്കുകയാണ്, ഇങ്ങോട്ട് പോരാനെ കൊണ്ടുണ്ട്. ചേച്ചി എൻ്റെ പുറയിലത്തെ സീറ്റിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചേച്ചി ഇതിനിടയ്ക്ക് എൻ്റെ മരുമോള് കയറി എന്നോട് സംസാരിച്ചതാണ് കൂട്ടുകാരെ. വണ്ടിക്കൂലി എടുത്തതിൻ്റെ ബാക്കി 20 രൂപ എൻ്റെ പേഴ്സിൻ്റെ അടിയിൽ വെച്ചിട്ട് നിങ്ങളത് എടുത്തില്ലയോ, നിങ്ങൾക്ക് വേണ്ടായോ എന്നും പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരെണ്ണോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളിങ്ങോട്ട് വന്ന് അടൂരെത്തി നമ്മുടെ കേട്ടോ. അപ്പം അടൂർ നമ്മൾ ടൗൺ ഹാളിൻ്റെ അവിടെ നിന്ന് അങ്ങനെ താപ്പോട്ട് ചന്തയുടെ അതിലേക്കൂടെ താപ്പോട്ട് വരികയാണ്. അപ്പോൾ അവിടെ അടുത്തൊരു കുരിശടിയുണ്ട്. ആ കുരിശടി അവിടെ നിന്ന് വലത്തോട്ട് നമുക്ക് തിരിഞ്ഞാൽ ഗവൺമെൻറ് ആശുപത്രിയുടെ അടുത്തോട്ട് പോകാനും പറ്റും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ കുറുക്കോഴിയൊക്കെ പന്നിവിഴയെ കൂടെ കയറി അങ്ങനെയാണ് ആശുപത്രിയിലോട്ട് പോകാൻ കൊണ്ട് പോകുന്നത്. സ്റ്റാൻഡിലോട്ട് നമ്മൾ വരാതെ കണ്ട് ഈ വഴി കൂടെ അങ്ങനെ അങ്ങോട്ട് ആശുപത്രി പടിക്കലോട്ട് പോകാൻ പറ്റും.
അവിടുന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് വന്ന് ട്രാൻസ്ഫർ സ്റ്റാൻഡിലോട്ട് വരുമായിരുന്നേ. അതിനകത്ത് കൃഷ്ണൻ അമ്പലമൊക്കെ ഉണ്ട്, ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ശ്രീകൃഷ്ണ അമ്പലം കണ്ടോ കൂട്ടുകാരെ. ഞങ്ങളുടെ അടൂര് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ അടൂര് കാണണം. അടൂര് ബസ് സ്റ്റോപ്പും സ്ഥലങ്ങളും ഒക്കെയാണ്. ഇവിടെയാണ് നമ്മുടെ ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി. നേരത്തേക്ക് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു തൊഴാനൊക്കെ. അപ്പോൾ അവിടെ ഞാൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, കടകളിലൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോഴല്ല, ഒത്തിരി വർഷങ്ങളൊക്കെ ആയി. അമ്പലത്തിലല്ല, അടുത്ത്. ഇവളെന്നെ സൗണ്ട് വരുമ്പോൾ ഇവളെന്നോട് ബഹളത്തിനിരിക്കുക കൂട്ടുകാരെ. അമ്പലത്തിനടുത്ത് കടകളിലൊക്കെ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോഴൊക്കെ നമുക്ക് അമ്പലത്തിൽ ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അമ്പലത്തിലേക്ക് വഞ്ചി പൈസയൊക്കെ ഇട്ട് പോകുമായിരുന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്കൊക്കെ മുന്നേ. ഇപ്പോൾ പിന്നെ നമ്മൾ അടൂരോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല, ജോലിക്ക് പോകുന്നില്ല. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ സ്റ്റാൻഡിലോട്ട് പോവാണ്. പിന്നെ അടൂരൊക്കെ അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ. ഇത് നമ്മുടെ കണ്ണാശുപത്രിയാണ്, കാരുണ്യ. അപ്പോൾ എന്നെ മരുമോള് വിളിച്ചായിരുന്നു. മരുമോള് ലൈവ് ലൈനിലാണ്, നഴ്സാണ്. അവിടുന്ന് ബസ് കയറിയപ്പോൾ എന്നെ വിളിച്ചു. അപ്പം ഞങ്ങൾ പോരുന്ന ബസ്സിന് അവൾ കയറിയില്ല, അവൾ ഇച്ചിരി താമസിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചേച്ചിയും കൂടെ അവിടെ അടൂരിറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും അവളും വന്നു. പിന്നെ ചേച്ചി ചന്ദനപ്പള്ളിക്കുള്ള ബസ്സിന് കയറി. ചേച്ചി അങ്ങോട്ടങ്ങ് പോയി. കൊച്ചു വന്നുകൊണ്ട് പിന്നെ ചേച്ചി പറയും, നിങ്ങളുണ്ടെന്ന് ആ വഴിക്ക് പോയിക്കോ, അപ്പം നാളെ ഇനി എനിക്ക് കടയിലൊന്നും പോയി സാധനം മേടിക്കാൻ നിൽക്കണ്ടല്ലോ. അന്നേരം ഇന്ന് പോകുമ്പോൾ ഞാൻ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒരുവിധമൊക്കെ ഉള്ളത്, ചായ കൊടുക്കുകയൊക്കെ വേണമല്ലോ. അങ്ങനെ ചേച്ചിക്ക് ബസ് കിട്ടി. ചേച്ചി പിന്നെ അങ്ങോട്ട് ചന്ദനപ്പള്ളിക്ക് പോയി. അവിടെ സാധനമൊക്കെ മേടിച്ചിട്ട് ഓട്ടോയ്ക്ക് പൊക്കോളാമെന്ന് പറഞ്ഞേ. അപ്പം ഞാനും മരുമോളും പിന്നെ ബസ് നോക്കി അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പം ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡാണ്. അപ്പം ഞാനവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. ബസ്സിന് വന്ന സമയത്ത് വീഡിയോ എടുത്തതാണ്. നമ്മൾ ട്രാൻസ്പോർട്ടിനാണെന്നുള്ള കായംകുളത്തുനിന്ന് വന്നത്. പിന്നെ എനിക്കും മരുമോക്കും ബസ് കിട്ടി. അപ്പം ഞങ്ങളും വണ്ടിക്ക് കയറിപ്പോയിരുന്നു. പിന്നെ നമ്മുടെ ജംഗ്ഷനിലിറങ്ങി കുറച്ച് ദൂരം ഇച്ചിരി ഇങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മരുമോളും ഇങ്ങോട്ട് നടന്ന് വന്നപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നു. അപ്പോൾ അവിടുന്ന് ഞമ്മക്ക് തന്നു വിട്ട മീനൊക്കെയാണ് സഞ്ചിക്കകത്തിൽ. ഞാനത് അവിടെ കൊടുത്തേ. കുറച്ച് നേരം ഞാൻ പിടിച്ചപ്പോൾ കൈ വേദനിച്ചതാ കൊടുത്തത്. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞങ്ങളുടെ ഏട്ടനെ കണ്ടു, അതുകൊണ്ട് നടക്കണ്ടായിരുന്നു. ഇനി പോന്നു. ചക്കയുടെ മണ്ട നമ്മൾ കൈതച്ചക്ക ഏതാണ്ടൊക്കെ പറക്കുന്നുണ്ടോ. മുള്ളുകൊണ്ടോ ചൂടുന്നില്ലേ. പിന്നെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വെയിലില്ലായിരുന്നല്ലോ, അങ്ങനെ കാരണം ഞാൻ ആ പാത്തിന്ന് വെള്ളം, വണ്ടി ഇവിടുന്ന് അങ്ങ് കൊണ്ടുവരും. ആ പാത്തിന്ന് വെള്ളം കോരി വണ്ടി കഴുകുന്നു. മിന്നൽ വള കയ്യിലിട്ട കഷ്ടം പാവൻ 2 ലഗേജ് അതിലേക്ക് അയക്കണം. ഞാൻ പിടിച്ചോളാം, ഒരെണ്ണം കൊണ്ടുപോവാ. അത് വേണ്ട എനിക്ക്. ഏട്ടൻ്റെ സഞ്ചി ഞാൻ വാങ്ങിച്ചു, കാരണം അതിന് ഭാരം കുറവാണ്. മറ്റേതിന് ഇച്ചിരി ഭാരമുണ്ട്. ചള്ളയായോ ടാസ്ക? അതാ പാട്. ഇതിലേക്കൂടെയുള്ള വരവാ എൻ്റെ കൂട്ടുകാരേ. വഴിയെല്ലാം ചള്ളയായി മഴ കാരണം. കാലെല്ലാം ചളുപ്പിളു എന്നായി. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ പോച്ചക്കകത്ത് അങ്ങനെ കയറി ചവിട്ടി കൂട്ടാം. അതിനകത്ത് മഴയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി കിടക്കും. നിങ്ങളൊന്നും മിണ്ടായിരി.
വഴിയെല്ലാം ചള്ളയാവട്ടെ. വലിയ ചള്ളയില്ല. ചള്ള കഴിഞ്ഞു ഒരുവിധം. അയ്യോ എൻ്റെ ഇഞ്ചേണ്ട സഞ്ചി കഴിഞ്ഞു വരുന്നേ. സഞ്ചിയും സാരിയും. ഈ വീതി നല്ല വഴിയായിട്ടുണ്ടായിരുന്ന വണ്ടി നമ്മുടെ വീട്ടിൽ വന്നേനെ. ഇനിയിപ്പോൾ ഇവിടെ കൃഷി തുടങ്ങുമ്പോൾ ഈ വരമ്പൊക്കെ ചെത്തിക്കോതി വീതി കുറയ്ക്കും. പിന്നെ നമുക്ക് നടക്കാനേ പറ്റാതെ കുഞ്ഞ വഴിയാവും. ഇതിനകമൊക്കെ വൃത്തിയാക്കിയപ്പോൾ അതിൽ വരുന്ന പോച്ചയും എല്ലാം മാറി